ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ് സിനിമയിലെ 3 വമ്പൻ അപ്ഡേറ്റുകൾ 3 വമ്പൻ സിനിമകളുടെ അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ റിലീസിങ്ങും കാര്യങ്ങളുമാണ്. അപ്പം അതിൽ സൂര്യയുടെ ഉണ്ട്, വിജയുടെ ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ രജനീകാന്തിന്റെ ഉണ്ട്. അതിലാദ്യം തന്നെ നമുക്ക് വിജയ് ഫാൻസുകാർക്ക് വേണ്ടി വിജയുടെ സിനിമയുടെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അത് കൺഫേം അല്ല എങ്കിലും വിജയുടെ ജനനായകൻ എന്ന സിനിമ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പം പുതിയ വിവരം അനുസരിച്ച് ചിലപ്പോഴാണെങ്കിൽ ജൂണിലേക്ക് അതിന്റെ റിലീസിങ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊരു ചെറിയ ചെറിയ വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. കൺഫേം അല്ല എങ്കിലും ജൂണിലേക്ക് ജനനായകൻ എന്ന സിനിമയുടെ റിലീസിങ് നടത്താൻ വേണ്ടി അതിന്റെ പ്രൊഡ്യൂസർമാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്. പിന്നുള്ളത് നമ്മുടെ സ്വന്തം സൂര്യയുടെയാണ്. സൂര്യ നമുക്കറിയാം കുറെ നാളായിട്ട് സൂര്യ തൊട്ടതെല്ലാം വിളക്കിയായിരുന്നു. അദ്ദേഹത്തിന്റെ കങ്കു എന്നുള്ള സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് വമ്പൻ പ്രതീക്ഷയായിരുന്നു സൂര്യ ഫാൻസിന്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കപ്പെട്ട് അതൊരു വമ്പൻ പരാജയമായിട്ട് മാറി. അതിന്റെ കോസ്റ്റ് തന്നെ ഭയങ്കര കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റെട്രോ എന്നുള്ള സിനിമ വന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വിജയം നേടിയെങ്കിലും സൂര്യയുടെ സ്റ്റാർഡ് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ഇതുവരെയായിട്ടും തിയേറ്ററിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു തിയേറ്റർ വിജയം ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പുതിയൊരു സിനിമ വരുന്നുണ്ട്, കറുപ്പ് എന്നുള്ള സിനിമ. സൂര്യ ഫാൻസും സൂര്യ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ഒരു സിനിമയാണ്. AR ബാലാജി സംവിധാനം ചെയ്യുന്ന ദൃശ്യയും സൂര്യയൊക്കെ വളരെ നാളുകൾക്ക് കൂടി ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ള പ്രത്യേകതയോടുകൂടി വരുന്ന കറുപ്പ് എന്നുള്ള സിനിമ വേറെ ഒരു മാസ് പെർഫോമൻസ് വരുന്ന ഒരു ഹൈലി മാസ്സായിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള രീതിയിലാണ് മറ്റേ മൂവി ടീമുകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും അതിൻ്റെ റിലീസിങ്ങും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അതെന്തായാലും ചിലപ്പോഴാണെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തോടു കൂടി അതിൻ്റെ റിലീസിങ് കറുപ്പ് എന്ന സിനിമയുടെ റിലീസിങ് നടക്കും എന്നാണ് അറിയുന്നത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രജനീകാന്തിൻ്റെ ജയിലർ 2 ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. നമ്മുടെ ലാലേട്ടനും റോളി വന്ന ജയിലർ 1 നമ്മളൊക്കെ കണ്ടതാണ്. 1 സക്സസ് ആയ പടമാണ്. അപ്പോൾ അതിൻ്റെ ജയിലർ 2 റിലീസിങ് ജൂൺ 12 നടക്കും. ലോകമെമ്പാടുമായിട്ട് ജൂൺ 12 അതിൻ്റെ റിലീസിങ് നടക്കും എന്നാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ രജനി സാറിൻ്റെ ജയിലർ 2 അതൊരു വൻ വിജയമാകും എന്നതിൽ ഒരു സംശയമില്ല. ക്യാമിയോ റോളിൽ ഷാരൂഖ് ഖാനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ 3 സിനിമയുടെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നതാണ്. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.